ലോക ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ ശരിക്കും ലോട്ടറി അടിച്ചിരിക്കുന്നത് ദുൽഖറിനാണ്. ദുൽഖർ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കുള്ള നേട്ടമല്ല ഞാൻ പറഞ്ഞത്. അതല്ലാതെ ദുൽഖർ എന്ന് പറയുന്ന സ്റ്റാറിനൊരു ഗംഭീരമായ നേട്ടമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടുത്തൊരു കുറച്ച് കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലോക എന്ന് പറയുന്ന യൂണിവേഴ്സ്. കാരണം ഇതിനകത്തെ ഇനിയിപ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് അടുത്ത സിനിമകൾ ഏതാണ്ട് ഒരു 4ഓളം സിനിമകൾ ഇനി വരാനിരിക്കുന്നു. അതിലൊരു സൂപ്പർ ഹീറോ ആയി ചെയ്യുന്നത് ദുൽഖർ തന്നെയാണ്. അപ്പം ഇനി വരാനിരിക്കുന്ന സിനിമകൾക്ക് പ്രത്യേകിച്ചൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് ഇതിൻ്റെ ഒരു റീച്ചിന് വേണ്ടി ഒന്നും കൊടുക്കേണ്ടതില്ല. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് എന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഹൈപ്പിലേക്ക് പോകും. അപ്പോൾ ഒരു ദുൽഖറിനെ പോലെ ഒരു പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഒരു താരത്തിന് കിട്ടിയിട്ടുള്ള ഒരു ലോട്ടറി തന്നെയാണ് ലോക. കാരണം ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്ന എപ്പിസോഡ് ഏതായി കഴിഞ്ഞാലും അതിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ദുൽഖറിൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവും. ദുൽഖറിൻ്റേതായുള്ളൊരു സൂപ്പർ ഹീറോ മൂവി ഡെഫിനറ്റ്ലി ഇതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ദുൽഖർ എന്താ പറയുക, തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി ശ്രമിച്ചിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഒരു മലയാള സിനിമയിൽ കൂടെ തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഐ ആം ഗെയിം ഉൾപ്പെടെ വരാനിരിക്കുന്ന ദുൽഖറിൻ്റെ സിനിമകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പും കൂടിയിട്ടുണ്ട്. അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലുള്ള ഒരു സാമ്പത്തിക നേട്ടമല്ല, അത് വേറെ ഒരു കാര്യം. അതല്ലാതെ ആസ് എ സ്റ്റാർ ദുൽഖർ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ലോകയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ യൂണിവേഴ്സിലെ സിനിമയ്ക്കും വേഫർ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്കും ഒക്കെ ഡെഫിനറ്റ്ലി വേഫറിൻ്റെ അധിക സിനിമകളും ദുൽഖർ ചിലപ്പോൾ നായകനായിട്ട് വരും ഇനിയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ സിനിമയ്ക്കും അങ്ങനെ ഒരു മെറിറ്റ് ലോക കൊണ്ട് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ദുൽഖറിന് കിട്ടിയിട്ടുള്ള ലോട്ടറി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ലോക.